ഗ്യാസ് കയറുമ്പോ എങ്ങനെയുണ്ട് നമ്മുടെ അവസ്ഥ? ഗ്യാസ് കയറുമ്പോ എങ്ങനെയുണ്ട്? ഗ്യാസ് കയറുമ്പോ അത് കുറച്ച് സമയം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇച്ചിരി ഇഞ്ചി നീരോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അടിച്ച് അതങ്ങ് തീരുമ്പം 2 ഗ്യാസ് പടപടാന്ന് പൊട്ടുമ്പോ പൊക്കാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവന്റെ കാര്യം തീർന്നു. എന്നാ ഇത് മറ്റേതോ അങ്ങനെയാണോ? തീരുന്ന കേസാണോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. വലത്തോട്ട് ചരിയണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. കമിഴ്ന്ന് കിടക്കാൻ പോലും പറ്റൂല. നിവർന്ന് കിടക്കുമ്പോ നടുവിന് വല്ലാത്ത വേദനയാണ്. നടുവ് വേദന സഹിക്ക വയ്യാതെ തൊട്ടടുത്ത് കിടക്കുന്ന മച്ചയോട് ഭർത്താവിനോട് ഒന്ന് പറഞ്ഞാലോ, ഇക്ക ഒന്ന് തടവി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം പരിക്കാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക? പാവം പെണ്ണ് സ്വന്തം കൈകൊണ്ടങ്ങ് തടവും. പാവം ഇക്ക ക്ഷീണിച്ചു വന്ന് കിടക്കാണ്. അങ്ങനെ കിടക്കട്ടെ. പെണ്ണുങ്ങളെ കഷ്ടമാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരെ നമ്മൾ നോക്കുമ്പോ ഇക്ക ഭയങ്കര ഉറക്കം. പാവം വേണ്ട, നടുവ് സഹിക്കാൻ വയ്യ. എന്നാലും അവള് പറ്റുന്ന കൈകൊണ്ട് ഇക്കായെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിട്ട് രാവിലെ പറയും, എനിക്ക് ഭയങ്കര നടുവ്. നീ എന്താണ് എന്നെ വിളിക്കാൻ? എന്നെ വിളിച്ചൂടെ, ഞാൻ നിനക്ക് തടവി തരൂല്ലേ? ഓ ഇക്ക ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി തരുന്നപ്പോ കുളത്തിൽ കിടന്ന് മുക്കറിടുന്ന പോലെ. ഞാൻ എങ്ങനെ ഇക്ക ഇത് കണ്ടിട്ട് വിളിക്കാനെ? ഇക്ക ഞാൻ പിന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് തടവി. അല്ലേ? ആ സഹോദരിമാർക്ക് അങ്ങനെയല്ലേ? അവർക്ക് പാവം 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ചാപ്പാടുണ്ടാക്കി കൊടുക്കും. നമ്മൾ ആ സമയത്ത് ആലോചിച്ച് നോക്കി എത്ര പണിയാ അവരൊക്കെ ചെയ്ത്. നമ്മൾ വിചാരിക്കും ഇവർക്ക് ഒന്നുമില്ല, എന്ത് ത്യാഗമെന്ന് അറിയോ. ഇതുകൊണ്ടായിരുന്നു എഴുതി. അപ്പൊ ഗർഭിണിയാവുമ്പോ അതിനും കൂടെ ചേർത്തിട്ട് ഈ പണിയൊക്കെ എടുത്തു. അപ്പൊ അള്ളാഹു തആല എത്ര കൂലി എഴുതി കൊടുക്കാന്ന് ആലോചിച്ച് നോക്കി. എത്ര കൂലിയാ നമുക്ക് കിട്ടോ? ഏതെങ്കിലും ഒരു പുരുഷന് 10 മാസത്തോളം നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ള ഇതിന്റെ ഹദീസുണ്ടോ? ചവ്വായ കിട്ടും. നമ്മക്ക് എവിടെയാണ്? ഉണ്ടംപൊരി പപ്സ് അതേ ഉള്ളു. നമ്മൾ മേടിച്ച് നോണം. ഇതൊക്കെ അള്ള എടുക്കാണ്. എന്നാ നിനക്ക് അള്ള തരും. ഗർഭപാത്രം എടുത്ത് നീ ഫിറ്റ് ചെയ്ത് വയ്ക്കും. അള്ളാഹു തരും. അപ്പൊ അവർക്ക് അള്ളാഹു എടുക്കാണ്. 9.5 മാസം വരെ നോമ്പെടുത്തതിന്റെ പ്രതിഫലം. രാത്രി നമസ്കരിച്ചിട്ട് കൂലി. അള്ളാന്റെ മാർഗ്ഗത്തിൽ ഷഹാദത്ത്. തീർന്നില്ല. പെങ്ങളെ, നീ പ്രസവ വേദനയെടുത്ത് ആശുപത്രിയിലേക്ക് പോകുമ്പോ ലേബർ റൂമിലേക്ക് പ്രവേശിച്ചാൽ യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ അതാഹത് തൽഖൂ, ഏതെങ്കിലും ഒരു പെണ്ണിന് പ്രസവ വേദന എടുക്കുമ്പോ ബികുല്ലി തൽഖത്തിൻ ഇത്ഖു നസ്മാ, ഓരോ പ്രസവ വേദനയുടെ ഓരോ സമയങ്ങളിലും അവൾ അല്ലാ എന്ന് വിളിക്കുമ്പോ അറേബ്യൻ രാജ്യത്ത് വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയ കൂലി. അടിമകളെ മോചിപ്പിച്ചാൽ ഏറ്റവും വലിയ കൂലിയാണ്. അപ്പൊ അറേബ്യൻ നാട്ടിൽ വില കൂടിയ അടിമയുണ്ട്, വില കുറഞ്ഞ അടിമയുണ്ട്. വില കുറഞ്ഞ അടിമ റഖബത്ത്, വില കൂടിയ അടിമ നസ്മത്ത്. അപ്പൊ വില കൂടിയ അടിമയെ അല്ലാഹു തആല കൊടുക്കും. അതാർക്കാണ്? ഈ പ്രസവ വേദന എടുക്കുമ്പോ അല്ലാഹ് വിളിക്കൂലേ? ആ വിളി എത്ര പ്രാവശ്യം വിളിച്ചോ മലക്കൾ രേഖപ്പെടുത്തും. 7 പ്രാവശ്യം വിളിച്ചപ്പോ പ്രസവിച്ചു. 7 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിച്ചോണം, ഇഷ്ടം പോലെ വിളിച്ചോ. ആ സമയത്ത് വിളിച്ചോണം. കിട്ടുന്ന ചാൻസ് പിന്നെ കിട്ടൂല. വെളി വന്നാൽ അത് കിട്ടൂല. പിന്നെ 2 മാസം 2 വർഷം പാല് കൊടുക്കണം. 2 വർഷക്കാലത്തോളം പാല് കൊടുക്കുമ്പോ ആ പെൺകുട്ടികൾക്ക് എന്താണ് അതിനുള്ള സവാബ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുട്ടിക്ക് മുല കൊടുത്താൽ ബികുല്ലി റദഅത്തിൻ ഇത്ഖു റഖബാ, ഓരോ തുള്ളി മുലപ്പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവൾക്ക് രേഖപ്പെടുത്തപ്പെടും. ആയിഷ 2 വർഷം പാൽ കൊടുക്കുമ്പോൾ പെണ്ണിന് കിട്ടുന്ന സവാബ് എത്രയാ? പക്ഷെ ഇന്നത്തെ കാലത്തെ പെണ്ണിന് കിട്ടുമെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് മൊത്തം സവാബ് പശുവിനായിരിക്കും കിട്ടുക.
അന്ന് 2 മാസം കഴിഞ്ഞാൽ മൊത്തം പശുമാരല്ലേ ഒടുക്കി കൊടുക്കുക. പിന്നെ കിട്ടും ആർക്കെന്നറിയാം, മറ്റേ നിഡോ കമ്പനിക്കാരനും ആങ്കർ കമ്പനിക്കാരനൊക്കെ കിട്ടും. അത് സെറിലാക്ക് കലക്കി കൊടുക്കുകയല്ലേ കുട്ടിക്ക്. അതുകൊണ്ട് അതങ്ങനെ തവാബ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാല് കൊടുക്കണം, മുലപ്പാൽ കൊടുക്കണം. അതിന് മുലപ്പാലില്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തണം, അതിനുള്ള മരുന്ന് കഴിക്കണം, അതിനുള്ള ദുആ ചെയ്യണം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർക്കറിയാലോ. അപ്പൊ അതിന്റെ സ്വഭാവം ഓരോ തുള്ളി പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. എന്നിട്ടോ തീർന്നില്ല. മുലകുടി പ്രായം കഴിഞ്ഞാൽ ആകാശത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുമത്രേ, അയ്യത്തുഹൽ മർഅതു, ഏ പെണ്ണേ, ഇസ്തഇനിഫി ഫഖദ് കഫൈതിൽ അമല ഫീമാ മളാ, കഴിഞ്ഞ ദിവസം വരെ നീ ചെയ്ത അമലുകളെല്ലാം നിർത്തിക്കൂ, അല്ലാഹു അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. വസ്തഅനിഫി അൽ അമല ഫീമാ ബഖിയ, ഇനിയുള്ള ഭാവി ജീവിതത്തിന് വേണ്ടി നീ ഇനി അമലുകൾ പുതുതായി തുടങ്ങിക്കോ. ഒരു പെണ്ണ് ഗർഭം ധരിച്ച് മുല കൊടുത്ത് പ്രസവിച്ച് മുല കൊടുത്ത് ഈ 30 ദിവസം 30 മാസം വരെ ഇവൾ ഈ ത്യാഗം സഹിക്കുമ്പോ അല്ലാഹു തആല അന്ന് വരെയുള്ള മുഴുവൻ പാപങ്ങളും ക്ലിയർ ചാറ്റ് ഡിലീറ്റ് ആക്കി കളയുന്നു. അതാണ് ഈ പ്രസവിച്ച പെണ്ണുങ്ങളുടെ മുഖത്ത് നല്ല ഐശ്വര്യം. പാവം പുറത്തു കൊടുത്തു. ഹജ്ജിനൊക്കെ പോയിട്ട് വരുമ്പോ എന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ, അതാണ് അതിന്റെ ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഈ ഉമ്മാക്ക് അല്ലാഹു തആല ഇത്ര മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താ? 3 കാരണം. 1 ഹംലെ, ഗർഭം ചുമക്കുക. 2 വിലാദത്ത്, പ്രസവിക്കുക. 3 ഇർളാഅ്, മുല കൊടുക്കുക. ഈ 3 ബാധ്യത ഉപ്പാന്റെ ബാധ്യതയല്ല, ഉമ്മാന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഉമ്മയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന ഈ മക്കൾക്ക് നിങ്ങൾ ആയത്തുകൾ ഓതി കൊടുക്കണേ, നല്ല വാക്കുകൾ പറഞ്ഞു ശീലിപ്പിക്കണേ, അവരെ തർബിയത്തും തസ്കിയത്തും കൊടുത്ത് നിങ്ങൾ വളർത്തണേ. അവരെ മടിയിൽ വെച്ചിട്ട് നിങ്ങൾ സിനിമ കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് നൃത്തം കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് സീരിയൽ കാണല്ലേ. ഈ കുഞ്ഞുമക്കളുടെ കൽബിലേക്ക് ഇത് പെട്ടെന്ന് സേവിങ് ആവും കേട്ടോ. പിന്നീട് ഈ കുട്ടി വളർന്നു വന്നാൽ ഈ ഉമ്മയെ അനുസരിക്കില്ല പെങ്ങളെ. ഇത് വെറും ഒരു വാക്കല്ല കേട്ടോ. അതാണ് മഹാന്മാര് പറയുന്നത്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ ആ ഗർഭത്തെ ശിശുവിനെ ഉള്ളിൽ വെച്ചിട്ട് അവള് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, തസ്ബീഹുകൾ നടത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. എങ്കിൽ ആ പൊന്നുമകൻ വളർന്നു വരുമ്പോ ഈ മാതാപിതാക്കൾക്ക് ഗുണമുള്ള മകനായി വളർന്നു വരും. അങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇതാ ആഴക്കടലിൽ മുങ്ങി താഴുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ് തന്റെ മകനിതാ ആഴക്കടലിൽ ഇതാ മുങ്ങി താഴുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകന്റെ അരികിലേക്ക് വഞ്ചി വള്ളം കപ്പലങ്ങോട്ട് അടുപ്പിച്ചിട്ട്, പൊന്നുമോനെ കേറടാ, യാ ബുനയ്യ ഇർകം മാനാ വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. ഈ ഉപ്പയാണടാ വിളിക്കുന്നത്, കേറി വാടാ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ആ വാപ്പാന്ന് പോലും വിളിക്കാതെ ആ പിഴച്ചുപോയ മകൻ പറഞ്ഞു. അവൻ പറയുകയാണ്, സഹാബീല ജബലി യഅ്സിമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും പൽപ്പ്, ഏതെങ്കിലും മണൽപ്പറ്റിലോ കല്ലിലോ ഏതെങ്കിലും ഒക്കെ സൈഡിൽ ഞാൻ പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും മനുഷ്യ. അവൻ പഴിച്ചുപോയി. ആരാ പഠിപ്പിച്ചത്? ഉമ്മയും പഴിച്ചു, മോനും പഴിച്ചു. എന്നാൽ പരിശുദ്ധമായ തന്റെ മടിയിൽ കിടത്തിയിട്ട് ഒരുമ്മ തന്റെ കുഞ്ഞിനെ വളർത്തിയ പാരമ്പര്യം ഇസ്ലാമിലുണ്ട് കേട്ടോ. ആരാത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ബീവി ഹാജറ.
തന്റെ അരുമ മകൻ ഇസ്മായിലിനെ വളർത്തിക്കൊണ്ട് വന്നില്ലേ? വർഷങ്ങളായി മക്കളില്ലാതിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത പൊന്മുത്താണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ആ നിസ്വാർത്ഥതയുള്ള, ആ സൽസ്വഭാവിയായ, ആ സന്തോഷവും ആ സമാധാനവും സൗഹാർദ്ദവും നിറഞ്ഞ, സഹനശീലവും നിറഞ്ഞ മകനെ അല്ലാഹു ഹാജറ ബീവിക്ക് സമ്മാനിച്ചപ്പോ ആ പൊന്നു പൈതലിന് വേണ്ടിയാണ് സഫാ മർവക്കടയിൽ അവൾ ഓടിയത് കേട്ടോ. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ സഫാ മർവയിലൂടെ നിങ്ങൾ ഓടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ഒരു പെണ്ണ് ഓടിയിട്ടുണ്ട് കേട്ടോ. അത് മഹതിയായ ഹാജറ ബീവിയാണ് കേട്ടോ. പക്ഷേ പുരുഷന്മാരെ, നിങ്ങൾ ആ പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് ഓടണം കേട്ടോ. നിങ്ങൾ ഓടിയേ മതിയാവൂ. കാരണം ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ ഭർത്താവ് അള്ളാന്റെ തീരുമാന പ്രകാരം മകൻ ഇസ്മായിലിനെയും മഹതിയായ ഹാജറയെയും നിക്ഷേപിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോ ഓടിയേ മതിയാവോ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതാവുകയാണ്. തർബിയത്ത് കൊടുത്തത് ഉമ്മയാണ്. അങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. പക്വതയുടെ സമയമെത്തിയപ്പോ മഹാനായ പ്രവാചകൻ സ്വപ്നം കാണുകയാണ്. മോനെ, നിന്നെ അറുക്കണമെന്ന് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഫലമ്മാ ബലഗ മഅഉ സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാം അന്നി അൽബഹു ഫൻദുർ മാദാ തറാ അന്നി അൽബഹുക ഫൻദുർ മാദാ തറാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ അരികിലേക്ക് പോയിരുന്ന് ആ പൊന്നു മകൻ ഉറങ്ങുകയാണ്. മെല്ലെ ആ കവിളൊന്ന് ഉമ്മ വെച്ച് ആ നെഞ്ച്, ആ തലയൊന്ന് തലോടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, പൊന്നു മോനെ, പൊന്നു മകനെ എന്നാണ് വിളിച്ചത്. യാ ബുനയ്യ, മകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബറുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ നിന്റെ ഉപ്പ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു മകനെ. ഫൻദുർ മാദാ തറാ. ആ 10 വയസ്സുള്ള 12 വയസ്സുള്ള പൊന്നു മോനോടാണ് ഉപ്പ ചോദിക്കുന്നത്, നിന്റെ അഭിപ്രായം ഒന്ന് പറയണേ മകനെ. തെല്ലി ചിന്തിച്ചില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. എന്നെ അറുക്കാൻ പോവുകയാണോ ഉപ്പ എന്ന് പോലും ചോദിക്കാതെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന പൊന്നുമോൻ ആ ഉപ്പയെ വിളിക്കുകയാണ്. യാ അബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചി, എന്റെ പൊന്നുപ്പ, ഫഫഅൽ മാ തുമർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങ് വർത്തിച്ചോ. അതാണ് സാലിഹായ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഗുണം. മോനെ വിളിച്ചിട്ട് നാളെ ഓതാൻ വിടാൻ പറ. ഞാൻ പോകില്ല. ഉമ്മ പഠിപ്പിച്ച് തെറ്റിപ്പോയി. എന്നാ ഒരുത്തനെ വിളിക്കണം, പള്ളിപ്പുറ മദ്രസപ്പുറം. ആ, ഞാൻ പോകാം ഉമ്മ. ഉമ്മ കൊടുത്ത തർബിയത്ത് ഒക്കെയായി. മോനെ ഇവിടെ വേണം, ഇപ്പൊ വരാൻ സമയമില്ല, ഉമ്മമാരെ പഠിക്കോ. ഉമ്മയുടെ തർബിയത്ത് തെറ്റിപ്പോയി. മോനെ അവിടെ വേണം. ആ, എന്താ ഉമ്മ? ഉമ്മയുടെ തർബിയത്ത് ശരിയായി. വാപ്പല്ല, വാപ്പ സമ്പാദിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരിക്കാണ്. ഈ കുട്ടിയെ വളർത്താനും സംരക്ഷിക്കാനും സംസ്കരിക്കാനും ഉപ്പാക്ക് സമയമില്ല. അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഈ ഉമ്മയോടൊപ്പമാണ് ഈ കുട്ടി വളരുന്നത്. ഉമ്മയോടൊപ്പമാണ് കുട്ടി വളരുന്നത്. അതുകൊണ്ട് ഉമ്മൻ അബുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഉമ്മുൻ അബുൻ, ഉമ്മൻ അബുൻ. അറബിയിൽ നമ്മൾ പറയുന്ന വാക്ക് ഉമ്മുൻ അബുൻ. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ അബാ. എന്താണ് സ്കൂളിൽ പോയത്? എന്താണ് മദ്രസയിൽ പോയത്? സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് വിളിക്കുന്നു. പാപ്പിച്ച, സ്കൂളിൽ നിന്ന് എല്ലാവരും എക്സ്കർഷന് കൊണ്ടുപോകുന്നു. ഒരു 600 രൂപ വേണം. മര്യാദയുടെ പേരാണ് എക്സ്കർഷൻ. മഴയും വെള്ളം പിടിച്ച് നടക്കുന്ന എക്സ്കർഷൻ. ഇവൻ കരഞ്ഞ് 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 നേരെ എങ്ങോട്ട് പോകും? അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മാർ. എന്താ കാര്യം പറയണം? ഉമ്മയുടെ പാവാടയിലും കയറി പിടിച്ച്, ബ്ലൗസിലും കയറി പിടിച്ച് എല്ലാവരും എക്സ്കർഷനും പോകുന്നു. പാപ്പാട്ട് പൈസ തരുവില്ല, എന്നെ ഓടിച്ചു വിട്ട് എല്ലാവരും പോകുന്ന ഉമ്മച്ചി ഉമ്മച്ചൊന്ന് വാങ്ങി തരുമോ?
നീ കരയാതെ. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ അമ്മ, ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല, ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നാണ് ഉമ്മുൻ, ഉമ്മ ചേർത്ത് പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുട്ടിയും ഉമ്മ നിരാശപ്പെടുത്തൂല, ഒരു കുട്ടിയും ഉമ്മ വേദനിപ്പിക്കൂല. അടിച്ചാലും പോയിട്ട് പിന്നെ ഉമ്മ കൊടുത്ത് സ്വീകരിക്കും, അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കും. ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് പറയും നീ കരയാതെ, മക്കള് പോയി കിടക്ക്, ഞാൻ ഉപ്പിച്ചെടുത്ത് പറഞ്ഞ് ഞാനത് വാങ്ങിത്തരാം, പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയും. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രയും മഹത്വം. അതുകൊണ്ട് ഉമ്മാന്റെ കാലിനടി സ്വർഗം എന്ന് പറഞ്ഞത്. വാപ്പാന്റെ കാലിനടി എന്ന് പറഞ്ഞു. വാപ്പ അവളെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവളെ ഇട്ടിട്ട് പോയാലും ഉമ്മാണ് ഈ കുട്ടികളെ നോക്കേണ്ടത്, ഇല്ലേ? അവന്റെ കാലിന്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞതാ. നമ്മുടെ കാലിനടി ചെരുപ്പാണ്. മനസ്സിലായ? കുറഞ്ഞ കാര്യമല്ല, കുറഞ്ഞ കാര്യമല്ല. ഉമ്മ ഉമ്മ ഉമ്മ. അതുകൊണ്ടല്ലേ കുട്ടി പ്രസവിച്ചോടനെ എന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും എന്താ കരയുന്ന? അങ്ങനല്ലേ കൂടുതൽ എന്നല്ലേ കറിയാം. കുട്ടി എപ്പോ കഴിഞ്ഞാലും വിളിക്കുന്ന ഉമ്മാന്നല്ലേ, ഉപ്പാന്നില്ല. കാരണം അറിയാൻ പറ്റില്ല മോനെ, ഉപ്പ നിന്നെ ഇട്ട് പോകുന്ന എപ്പോഴാന്ന് അറിയില്ല. ഇതൊക്കെ കയ്യാൽപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് സംഭവം. നല്ല ഉമ്മ ഉമ്മാന്ന് എവിടെ മൊത്തം. എപ്പോ കരഞ്ഞാലും അത്ര അടി കിട്ടിയാലും, ഉമ്മ അടിച്ചാലും കരഞ്ഞാലും കുഞ്ഞു ഉമ്മ, അപ്പ അടിച്ചാലും കരഞ്ഞാലും ഉമ്മ, എല്ലാം ഉമ്മ ഉമ്മ. അത് ഉമ്മ, ഉമ്മയുള്ള സ്നേഹം, അതാണ് മാതാവിന്റെ മഹത്വം. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഒരിക്കലെങ്കിലും തമാശയ്ക്ക് പോലും കുട്ടികൾക്കെതിരെ ദുആ ചെയ്യരുത് കേട്ടോ. ഉമ്മ വിളിച്ചിട്ട് വന്നില്ല, നിന്റെ ഒടുക്കത്തെ കളി പണ്ടാരക്കാലം നീ ജീവിതത്തിൽ കളിക്കത്തില്ല, നീ ബാധനെ ശരിയാക്കി തരാം. അവന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. ഉമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അവന്റെ ചാപ്പല്യല്ലേ, പയ്യനല്ലേ, കൊച്ചല്ലേ, നീ പാവാട ഇട്ടോടെല്ലാം കളിക്കാൻ പോയതാ. അന്ന് നീ നിന്റെ ഉമ്മ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ നിന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. അപ്പൊ അവനെ സന്തോഷത്തോടു കൂടി അവനെ സ്നേഹിച്ച് വിളിക്കണം. അതാണ് അതിന്റെ രീതി. കുട്ടികളെ അങ്ങ് സ്നേഹിക്കണം, കുട്ടികളെ എപ്പോഴും സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി അത്രയ്ക്ക് സ്നേഹിച്ചു. ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ നബി എഴുന്നേറ്റു. നമ്മുടെ മക്കളെ കണ്ടെഴുന്നേറ്റുണ്ടോ? നമ്മുടെ മോളെ കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ ചരിത്രമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമോളെ കണ്ടിട്ട് നബി എഴുന്നേറ്റു, ആദരിച്ചു, ബഹുമാനിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് ബഹുമാനിച്ചു. സ്നേഹിക്കണം മക്കളെ, സ്നേഹത്തിന്റെ വാക്കുകൊണ്ട് അവരെ സ്വീകരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, നിർവഹിച്ചു കൊടുക്കണം. തിന്നാൻ പറ്റാത്ത സാധനം, കൊടുക്കാൻ പറ്റാത്ത സാധനം മക്കളെ പിന്നെ തരാൻ ആവശ്യം, പിന്നെ മേടിച്ചാലും നമുക്ക് ഇപ്പൊ കയ്യിൽ പൈസ കൂട്ട. ഐസ്ക്രീം പറയുമ്പോൾ പറയണം മക്കളെ, അത് അങ്ങനെ ഇപ്പൊ ഐസ്ക്രീം പറ്റില്ല, ഇപ്പൊ മര്യാദ ഉണ്ടാവില്ല. ഐസ്ക്രീം തൊട്ട വേദന, കൊറോണ മിണ്ടാതെ കിടന്നോ കേട്ടോ, എന്റെ കുറെ ഐസ്ക്രീം അങ്ങനെ പറയരുത്. മക്കളെ പിന്നെ മേടിച്ചാലാക്കളെ അത് ചെയ്യാൻ പൈസ എന്റെ പൊന്നല്ലേ ചക്കരല്ലേ രണ്ട് ഉമ്മാല കൊടുക്കുമ്പോൾ അവൻ മിണ്ടല്ല. പിന്നെ കൂടുതൽ കളിക്കുമ്പോൾ മൊബൈൽ എടുത്ത് കൊടുത്തേച്ചാൽ മതി, സമാധാനം. അവന്റെ ഏറ്റവും വലിയ ഐസ്ക്രീം ഈ മൊബൈലാണ്. അതവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് വേറെ ഒരു സാധനവും ദുനിയാവിൽ വേണ്ട, ഒരു സാധനവും വേണ്ട. ആലപ്പുഴ പ്രശ്നം 10 15 സംഘാടകന് പക്കറ്റൊന്നുമില്ല, പിരിവൊന്നുമില്ല. ഓ രക്ഷപ്പെട്ടു. അല്ല ഇതുപോലത്തെ ഒരു പ്രസംഗമാണ് ഞാൻ ആഗ്രഹിക്കുക. അടച്ചവനെ റബ്ബേ, എന്നാ നമുക്ക് രണ്ടോടെ ഒരു പ്രസംഗിക്കാം പ്രാകത്തല്ലേ അല്ലേ? ചാപ്പാടുണ്ടോ എല്ലാവർക്കും? മറ്റന്നാളേ ഉള്ളൂ. ഇന്നത്തെ മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചു. പക്ഷെ ഇന്ന് വെച്ചിരുന്നേ മഴയായ ആൾക്കാർ വന്നേ വെല്ലില്ല, മറ്റന്നാളേ ഉള്ളൂ. നിങ്ങളിങ്ങനൊക്കെ സംഘാടകർ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന നടക്കുന്ന കണ്ടപ്പോൾ ഇനി ഏകദേശം ഇനി വല്ല പിരിവോ ചാപ്പാട്. കാരണം ഞാനിങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല. അപ്പൊ ദ്വാരക്കെട്ടല്ല രക്ഷപ്പെട്ട്. അപ്പൊ നമ്മുടെ വണ്ടിയിലൊക്കെ നേരത്തെ കിട്ടിയില്ല, എല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ടത്. അൽഹംദുലില്ലാ. എന്താ മഴയൊക്കെ പോയി അള്ളാഹുത്താല മൊയ്തീശ്വരന്റെ പറക്കത്തുകൊണ്ട് മഴയൊക്കെ പോയുണ്ട. അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് കറാമത്തുണ്ടായോ? എന്റെ കറാമത്തല്ല. അതില്ലെങ്കിൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വരെ, നിർവഹിക്കപ്പെടുന്നത് വരെ നരകത്തിൽ കിടക്കേണ്ടി വരും. അതൊക്കെ ഖുർആനിലും
ഖുർആനിലും ഹദീസിലും ഒക്കെ ധാരാളം ആയത്തുകളും ഹദീസുകളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സുലൈമാൻ റളിയല്ലാഹു അൻഹു മഹാൻ ഇത്രത്തോളം ഭൗതികമായ ലോകത്ത് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു സൂചിയുടെ പേരിൽ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് അദ്ദൂ അൽ ഖിയാത വൽ മിഖ്യത, നിങ്ങൾ സൂചിയായാലും നൂലായാലും എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് നിങ്ങൾ മടക്കി കൊടുക്കണേ. ഒരു ഹിന്ദു സഹോദരന്റെ പൈസയാണ് വാങ്ങിയതെങ്കിലും മടക്കി കൊടുക്കണേ മുസ്ലിമേ. നമ്മളൊക്കെ നോക്കുമ്പോ മുസ്ലിം അല്ലല്ലോ, ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനിയല്ലേ, ജൂതനല്ലേ, നസ്രാണിയല്ലേ, എന്തിനാണ് അവനിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കണം? അയ്യപ്പന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് 10 രൂപയുടെ ചായക്ക് 8 രൂപയെ കൈവശമുണ്ടായിരുന്നുള്ളൂ. അയ്യപ്പ നാളെ ഞാൻ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം മരിച്ചുപോയെങ്കിൽ ആ 2 രൂപ അയ്യപ്പൻ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഈ സുലൈമാൻ കാക്ക ആഖിറത്തിൽ പിടിക്കപ്പെടും കേട്ടോ. ഒരു ഹിന്ദു സഹോദരനല്ലേ? ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂത മതക്കാരനോ ജൈന മതക്കാരനെന്നോ BJP കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനൊന്നുമില്ല. അവന്റെ ഹക്ക് അവന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീ മടക്കി കൊടുക്കണം. അത് കൊടുത്തിട്ട് നീ മരിക്കാവൂ, ഇല്ലെങ്കിൽ നാളെ ഇതിന് പരിഹാരം നീ കാണേണ്ടി വരും ആഖിറത്തിൽ. ഇതാണ് മുസ്ലിമിന്റെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, പക്ഷെ സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല ഈ സൂചിയുടെ പേര്. നമ്മൾ സൂചിയൊന്നും അല്ലല്ലോ എടുത്തിട്ടുള്ളത്, സൂചിയാകുന്ന സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ള സ്വർണ്ണ സൂചികളാണ്. പള്ളികളിൽ നിന്ന് എത്ര ചെരുപ്പുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പള്ളിയിലത്തെ ചെരുപ്പ്, ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ചെരുപ്പ് ഒരു നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട. ഖൈബറിന്റെ യുദ്ധത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും കേട്ടോളി. സഹാബാക്കളുടെ ചരിത്രം ഞാൻ പറയുന്നത്. സഹാബാക്കൾ നബിയും ഖൈബറിന്റെ യുദ്ധത്തില്, ഖൈബറിന്റെ രണാളത്തിൽ ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും നടന്ന് പോവുകയാണ്. നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ മരിച്ചു കിടക്കുന്നു, ആരൊക്കെ ഷഹീദായി മരിച്ചു കിടക്കുന്ന സഹാബാക്കളുടെ അരികിലൂടെ സ്വഹാബി നബിയും സഹാബാക്കൾ നടന്നു പോകുമ്പോ ഹത്താ മറു അലാ റജുലിൻ, ആ മരുഭൂമിയിൽ കിടക്കുന്ന ആ മയ്യത്തിന്റെ അരികിൽ നിന്നിട്ട് സഹാബാക്കൾ പറയുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ ഇദ്ദേഹത്തിന് ഷഹാദത്ത് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അടുത്ത വ്യക്തിയുടെ അരികിലേക്ക് പോയി ആ മരിച്ചു കിടക്കുന്ന സഹാബിയുടെ അരികിൽ പോയിട്ട് സഹാബത്ത് പറയുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ഒരു മൂന്നാമത്തെ സഹാബിയുടെ അരികിലേക്ക് നബിയും സഹാബാക്കളെ കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ ഈ സഹാബി ഷഹീദാണെന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഒരുപക്ഷേ നബി തങ്ങളെ കേട്ട് കാണില്ല എന്ന് കരുതിയിട്ട് വീണ്ടും സഹാബാക്കൾ ഓർമ്മിപ്പിക്കുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ അദ്ദേഹം ഷഹീദാണ്, ഖൈബറിൽ ഷഹീദായ വ്യക്തിയാണ് നബിയേ. അങ്ങ് ദുആ ചെയ്യൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ഇല്ല സഹാബ ഇന്നി റഅയ്തു ഫിന്നാർ, ഞാൻ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്ന സഹാബത്തെ നബി തങ്ങൾ അറിയുകയാണ് കേട്ടോ, നബി തങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബ. ഒരു പുതപ്പിന്റെ പേരിൽ
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പായിരുന്നു ആ സഹാബി എടുത്തു വെച്ചത്. അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു കേട്ടോ. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യുസാവി ദിർഹമേ, 2 രൂപ പോലും വിലയില്ലാത്ത, 2 ദിർഹമിന് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ്, അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു. ആ ജൂതന്റെ പുതപ്പ് ഒരു മുസ്ലിമായ സഹാബി എടുത്തു വെച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബാ. നബി തങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് സഹാബാക്കൾക്ക് വിഷമം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോ ആ കെട്ടിൽ നിന്ന് ഒരു ജൂതന്റെ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ് ഞങ്ങൾ കണ്ടുപോയി സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത അന്യമതക്കാരന്റെ ആ പണത്തിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലാണെന്ന് നബിയുനാ ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അയ്യപ്പന്റെയും ചങ്കുണ്ണിയുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വല്ല അടിച്ചു മാറ്റാവോ? അവന് ഒരുക്കാനുള്ള പൈസ കൊടുത്തിരിക്കണം. അവൻ ഹിന്ദുവല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ ജൂതനല്ലേ? ഇവിടെ ജൂതന്റെ പുതപ്പ് എടുത്തു വെച്ചതിന്റെ പേരിൽ നരകം. നബി തങ്ങൾ പറഞ്ഞു, ആ പുതപ്പ് അദ്ദേഹത്തിന് തീയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഒരു സഹാബി ഓടി വരികയാണ്. ഒരു ചെരുപ്പിന്റെ കഷണം എടുത്തിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അസബ്തു ഖൈബറ. ഈ ചെരുപ്പിന്റെ ഒരു കഷണം ഖൈബറിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശിറാക്കും മിന്നാർ, ഈ കഷണം നരകത്തിന്റെ തീയാണ്. മറ്റൊരു സഹാബി ഓടി വരികയാണ്, ഒരു ജോഡി ചെരുപ്പുമായി കടന്നു വരുന്നു. അസബ്തു ഖൈബറ, നബിയേ, ഈ 2 ചെരുപ്പ് ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചുപോയി ഖൈബറിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശിറാക്കാൻ മിന്നാർ, ഈ 2 ചെരുപ്പും നരകത്തിന്റെ 2 ഘടകങ്ങളാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പള്ളിയിൽ നിന്ന് ചെരുപ്പെടുത്തോണ്ട് പോകുന്നവർ നാളെ ഇതേപോലെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. നാളെ കൊണ്ടുവരും. അതൊക്കെ ചെറിയ കളിയല്ല ഇത്. സ്വർഗത്തിൽ പോകാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാര് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളായി മാറിയത്, ആരിഫീങ്ങളായത്, ഔലിയാക്കളായി. ഇന്ന് നമ്മൾ അവരെയൊക്കെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അവര് തൃപ്തിപ്പെട്ടു, അവര് ഹറാമ സൂക്ഷിച്ചു, ഹലാലിനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു പേടോ തന്റെ മാതാവ് ഹലാലായ ഭക്ഷണമല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് വഴിതെറ്റിപ്പോകുന്ന യുവാക്കൾ, നമ്മുടെ മക്കൾ, ഈ പിഞ്ചോമനകൾ വഴിതെറ്റിപ്പോകാനുള്ള കാരണം ആരാ? ഉമ്മ. ഞാൻ 100 വട്ടം പറയുന്നു, ഉമ്മ. ലോക ചരിത്രത്തിൽ കുട്ടികളെ നന്നാക്കിയതിന്റെ പങ്ക് ഉമ്മയ്ക്കുണ്ട്. ലോക ചരിത്രത്തിൽ കുട്ടികൾ പിഴച്ചുപോയതിന്റെ ഉദാഹരണവും ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين.
പിഴച്ചുപോയ രണ്ട് ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുകയാണ് കേട്ടോ. അതാരാണ്? സാധാരണ ഔലിയാക്കളുടെ ഭാര്യമാരല്ല കേട്ടോ. ലോകത്ത് 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുകയാ. അവര് രണ്ടുപേരും സാലിഹീങ്ങളായ രണ്ട് ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു കേട്ടോ. പക്ഷേ ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചതിന്റെ പേരിൽ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. വഖീല ഉദ്ഖുലുൻ നാര മഅദ്ദാഖിലീൻ, അവരോട് പറയപ്പെട്ടു നിങ്ങൾ നരകാവകാശികളോടൊപ്പം നരകത്തിൽ പ്രവേശിക്കണേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ മഹാനുഭാവന മക്കളുണ്ടായിട്ട് അതിലൊരു മകനല്ലേ പിഴച്ചു പോയത്. ആ മകൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ്. ഈ ഉപ്പയെ അനുസരിക്കാൻ പോകുമ്പോ ഈ ഉമ്മ ഈ മകനോട് പറയുകയാ, മോനെ നീ അദ്ദേഹത്തെ അനുസരിക്കരുത് കേട്ടോ, വാപ്പ പറയുന്നതൊന്നും നീ കേൾക്കണ്ട കേട്ടോ. ഉമ്മ തിരിവെച്ചു കൊടുത്തു. അയാളതൊന്നും പറയുന്നത് കേൾക്കണ്ട. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കണ്ട. ഉമ്മയാണ് വളർത്തേണ്ടത്. ഉമ്മന്റെ മടിയിൽ ആദ്യത്തെ മദ്രസാര ഉമ്മ. എന്തുകൊണ്ടാണ് ഉമ്മക്ക് ഇത്ര സ്ഥാനം ഇസ്ലാം നൽകുന്നത്? ഉപ്പക്ക് പോലും ഇല്ല. ഉപ്പയ്ക്കില്ല ഇത്ര സ്ഥാനം. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അതിൽ ഉമ്മയുടെ സ്ഥാനമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. അല്ലാഹു തആല ഉപദേശിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങൾ കാണണേ. മക്കളെ അവരെ ആദരിക്കണേ, ബഹുമാനിക്കണേ, ആക്ഷേപിക്കല്ലേ, അധിക്ഷേപിക്കല്ലേ എന്ന് അല്ലാഹു ഉപദേശിച്ചിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് ഉമ്മയുടെ മഹത്വമാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ നിന്നെ ചുമന്നത് കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് കേട്ടോ. വളരെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് ഈ ഉമ്മ 10 മാസം നിന്നെ കൊണ്ടു നടന്നിട്ട് വേദനയോടെയാണ് നിന്നെ പ്രസവിച്ചതെങ്കിൽ ആ ഉമ്മയോട് നീ നന്ദികേട് കാണിക്കരുതേ മകനെ. ആ ഉമ്മയോടും ഉപ്പയോടും നീ നന്ദിയുള്ളവനാകണേ മകനെ. ആ പരിശുദ്ധമായ ഖുർആനിൽ ഉമ്മയുടെ മഹത്വമാണ് എടുത്തു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകളോട്, ഈ ഉമ്മമാരോട്, മാതാക്കളോട് ഒരു പ്രത്യേകമായ ഉപദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. മഹദിയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്, യാ ആയിഷ മാ മിൻ ഇംറഅത്തിൻ തഹ്ബിലു മിൻ സൗജിഹാ ഇല്ലാ വലഹാ ഹീന തഹ്ബിലു അജ്റു സ്സായിമി ബിന്നഹാരി വഅജ്റുൽ ഖായിമി ബില്ലൈൽ വൽഗാസി ഫീ സബീലില്ലാഹ്. ഗർഭം എന്ന് പറയുമ്പോ അത് സർവ്വസാധാരണമായി കാണണ്ട കേട്ടോ. ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മഹത്വം ഇസ്ലാം വിവരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇരിക്കുന്ന
ഈ ജംഗ്ഷനിൽ ഇരിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും താൻ ഗർഭിണിയാണ്, തന്റെ മഹത്വം എന്തെന്നറിയുമോ പെങ്ങളെ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് മഹദിയായ ആയിഷ ബീവിയോട്, ആയിഷേ നീ പറയണേ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചാൽ ഹീന തഹബിലുഹാ, അവൾ ഗർഭം ധരിച്ച സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ ഈ 9-9.5 മാസക്കാലത്തോളം ആ ഗർഭിണിയായ പെണ്ണിനുള്ള കൂലി എന്തെന്നറിയോ? വലഹാ മിസ്ലു അജ്രി സായിമി ബിന്നഹാർ, പകൽ സമയം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് 9.5 മാസക്കാലത്തോളം ഒരു ഗർഭിണിയായ പെണ്ണ് തുടരെ തുടരെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. തീർന്നില്ല പെങ്ങളെ, വഅജ്റുൽ ഖായിമി ബില്ലൈൽ, പാതിരാ സമയത്ത് 9.5 മാസക്കാലത്തോളം നീ രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുക. തീർന്നില്ല പെങ്ങളെ, അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വീരമൃത്യു വരിക്കാൻ സർവസന്നാഹങ്ങളോടുകൂടി സമരത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉഷാർ പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി ചൊല്ലു 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. പടച്ചവനെ നീ പിഴപ്പിക്കല്ല റബ്ബേ, പിഴപ്പിക്കല്ല റബ്ബേ. മക്കള് സ്വർഗത്തിലെ പൂക്കളാണ് കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. ഒരു ഗർഭിണി പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം 9.5 മാസം പകൽ സമയത്ത് നോമ്പ്, രാത്രി നിസ്കരിച്ചതിന്റെ പ്രതിഫലം. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ പെടുന്ന പാട്, രാത്രി തറാവി നിസ്കരിക്കാൻ പെടുന്ന പാട്. ഊളയിടാണ് തറാവി നിസ്കരിക്കുക. ആദ്യത്തെ 2 റക്അത്തിൽ നിസ്കരിക്കും, ബാക്കി അവൻ സിറ്റൗട്ടിൽ പോയിരിക്കും. അവസാനത്തെ 2 റക്അത്തിൽ നിസ്കരിക്കും. ഉഡായിപ്പന്മാരുടെ നോമ്പിന്റെ കൂട്ട്. തലനോമ്പ് 3 പിടിക്കും, 27-ന്റെ അന്ന് ഒരു നോമ്പും പിടിക്കും. അപ്പൊ 27, 3 എത്രയായി? വളരെ പെട്ടെന്നാണ് അല്ലേ? തിരക്കുള്ള യാസീൻ ഓതുന്നത് പോലെ. യാസീൻ അൽ ഖുർആനിലെ കലമൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. യാസീൻ തീർന്നു പരിപാടി. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. ഇതല്ലേ നമ്മുടെ സഹോദരിമാർക്ക് നോമ്പ്, അവര് റമദാൻ മാസത്തിലെ ഖളായി നോമ്പ് വീട്ടാറില്ല. ഇപ്പൊ 6 മണിയാ മഗ്രിബ്, പിടിച്ചോ, നല്ല സമയം, മഴയുണ്ട്. 5 മണി to 6 മണി വരെ നോമ്പ് പിടിക്കാം. ഖളാ വീട്ടിക്കോ. നിങ്ങളെ എത്ര നോമ്പ് നീ ഖളാ ആക്കിയിട്ടുള്ളോ അത് വീട്ടിക്കോ. മക്കളോടും പറ, ഖളാ വീട്ടാൻ പറ. ഇപ്പൊ നല്ല സമയമാണ് 6 മണിക്ക്. മറ്റേ 6:50 വരെ പോകണം. 50 മിനിറ്റ് ഉള്ള കൺസിഡർ ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കണം. കാരണം ആ ഗർഭം ധരിക്കുമ്പോൾ അതിൻ്റെതായ ത്യാഗമുണ്ട്. അതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാം അതിന്റെ ബുദ്ധിമുട്ട്.